ഹായ് ഫ്രണ്ട്സ്, വിപ്പിംഗ് ക്രീമൊക്കെ കിട്ടാത്ത സാഹചര്യത്തിലും വിപ്പിംഗ് ക്രീം ഇല്ലാത്തവർക്കും വാങ്ങാൻ പറ്റാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തേങ്ങയിൽ നിന്നും എങ്ങനെ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ചിരട്ടയൊക്കെ മാറ്റിയിട്ട് പുറത്തുള്ള ബ്രൗൺ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ ഞാനിവിടെ സ്കിന്നൊക്കെ മാറ്റി ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തേങ്ങയിലേക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് നരച്ചെടുക്കാം. ഞാനിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റണം. അതിനായിട്ട് ബൗളിലേക്ക് ഒരരിപ്പ വെച്ച് കൊടുക്കാം. അതിന് മുകളിൽ ക്ലീൻ ആയിട്ടുള്ളൊരു തുണിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പകുതിയോളം ഈ തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് തേങ്ങാപ്പാൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. അങ്ങനെ ഞാനിവിടെ തേങ്ങാപ്പാൽ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുക്കാം. അങ്ങനെ തേങ്ങാപ്പാൽ മുഴുവനും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബൗള് പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ടോ അടപ്പ് വെച്ചിട്ടോ ഒന്ന് കവർ ചെയ്തതിന് ശേഷം ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതിയാകും. അങ്ങനെ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാസ്റ്റിക്കൊക്കെ ഒന്ന് മാറ്റാം. ഇപ്പോൾ ക്രീമും വെള്ളവും സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ടോ തവി വെച്ചിട്ടോ മുകളിൽ നിന്ന് ആ ക്രീം എടുത്തിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ ക്രീം മുഴുവനും നമ്മൾ വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ക്രീം ബീറ്റ് ചെയ്യാൻ എടുക്കുന്ന ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡ്സും ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുത്തിട്ടുള്ള ബൗളിലേക്ക് നമുക്ക് ഈ ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി ലോ സ്പീഡിൽ ഒരു 2-3 മിനിറ്റ് നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഓവർ ബീറ്റ് ചെയ്തേക്കല്ലേ. അങ്ങനെ ഒരു 3 മിനിറ്റ് ഞാനിവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പൊടിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 2 മിനിറ്റും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ തന്നെ നമ്മുടെ തേങ്ങാപ്പാലിൽ നിന്ന് എടുത്തിട്ടുള്ള ക്രീം നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ ഇതിനൊരു തേങ്ങയുടെ ടേസ്റ്റ് ഉണ്ടാവും. ആ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് 1 മിനിറ്റും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ തേങ്ങാപ്പാലിൽ നിന്നുള്ള വിപ്പിംഗ് ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പൈപ്പിംഗ് ബാഗിലേക്കൊന്ന് മാറ്റാം. പൈപ്പിംഗ് ബാഗ് എടുത്തിട്ട് അതിലേക്ക് ഒരു നോസിലും കൂടി ഇട്ട് കൊടുക്കുവാണ്. ഇനി ഈ പൈപ്പിംഗ് ബാഗിലേക്ക് നമുക്ക് ക്രീമും കൂടി ഒന്ന് നിറച്ച് കൊടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇനി മുതൽ വിപ്പിംഗ് ക്രീം കിട്ടാത്തവരോ ഇല്ലാത്തവരൊന്നും വിഷമിക്കേണ്ട കേട്ടോ. ഈ ഒരു രീതിയിൽ തേങ്ങയിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് വിപ്പിംഗ് ക്രീം റെഡിയാക്കി എടുക്കാം. ഈ ഒരു റെസിപ്പി ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യാനും കൂടി മറക്കല്ലേ.